കാര്യങ്ങളാണ്. നമ്മളത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനു മുമ്പൊന്നും നമ്മൾ എയർ കണ്ടീഷനിങ് എന്താണെന്ന് പറയുന്നില്ലായിരുന്നു. സോ റെഫ്രിജറേഷൻ എന്താണെന്നറിയാം, നമുക്കറിയാം. കീപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ഓർ എ സ്പേസ് ബിലോ ദാറ്റ് ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്, അതാണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് കണ്ടീഷനിങ് ദ എയർ ഇൻ ദ സെൻസ് ഓഫ് controlling its temperature, humidity, odor, then its velocity, movement. These are the factors considering when we are conditioning the space when related to refrigeration. That is means the air conditioning system. So process is, I'm directly going into the contents here. The process of treating the air so as to control simultaneously its temperature, humidity, purity, and distribution to meet the requirements of the controlled space. This is actually what says about air conditioning means. It is nothing related with the refrigeration. It's something related with the controlling of the temperature, humidity, purity, and distribution. And refrigeration is something like the application of air conditioning. റെഫ്രിജറേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. എയർ കണ്ടീഷനിങ് implies the automatic control of an atmospheric environment either for the comfort of human beings or for the proper performance of some industrial or specific process. സോ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങൾക്കാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫോർ ദ ഹ്യൂമൻ ബീങ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ ഫോർ സം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓർ എ സ്പെസിഫിക് പ്രോസസ്. അപ്പം എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് എയർ കണ്ടീഷനിങ് വരുന്നത്. ഹ്യൂമൻ എയർ കണ്ടീഷനിങ് വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ടുകൾക്ക് വേണ്ടിയിട്ട് ഹ്യൂമൻ കംഫർട്ട് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടുള്ള എയർ കണ്ടീഷനിങ് പാർട്സ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് വരുന്നുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ കണ്ടീഷനിങ്, what is air conditioning is that controlling its temperature, humidity, purity and distribution എന്ന് പറയുന്നത്. ഓക്കെ. സോ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ആണ് ഫസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സറൗണ്ടിങ്സ്. ഇറ്റ് മീൻസ് ദാറ്റ് മേ ബി സംടൈംസ് വി ഹാവ് ടു റിഡ്യൂസ് ദ ടെമ്പറേച്ചർ, സംടൈംസ് വി ഹാവ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. അങ്ങനെ വരുമ്പോൾ മാത്രമേ എയർ കണ്ടീഷനിങ്ങിന്റെ ആവശ്യം വരത്തുള്ളൂ. സോ വി ഹാവ് എ സ്റ്റാൻഡേർഡ് കംഫർട്ട് സോൺ, അല്ലെങ്കിൽ വി ദ ഹ്യൂമൻ ബീയിങ്സ്. ഇപ്പോൾ സപ്പോസ് if I'm speaking on the basis of the human standards, well, human comforts in the basis of parayanannundengil, we have a particular temperature RH value, relative humidity factors or relative humidity conditions are there, which provides us the basic comfort level. ഒരു particular comfort തരുന്ന ഒരു particular temperature ഒരു relative humidity നമുക്കുണ്ടാവും. ആ കംഫർട്ട് നമുക്കൊരു സ്പേസിൽ എൻക്ലോസറിനകത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എയർ കണ്ടീഷനിങ് കൊണ്ടുപോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആർ ഗോയിങ് ടു ചേഞ്ച്. ഇന്നത്തെ ക്ലൈമറ്റ് ആയിരിക്കും നാളെ ഉണ്ടാവുന്നത്. സോ നാളെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും നമുക്ക് വേണ്ട കംഫർട്ട് സ്റ്റാൻഡേർഡിനെക്കാളും. സോ ആ സമയത്ത് വി ഹാവ് ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ. അടുത്ത ഏതെങ്കിലും സമയത്ത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് ഫാൾസ് ബിലോ that of our comfort standard, then we have to increase the temperature for our comfort standards. So refrigeration എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഹീറ്റിങ്ങും വരുന്നുണ്ട്, കൂളിങ്ങും വരുന്നുണ്ട്. അതായത് കണ്ടൻസർ പാർട്ടിനകത്ത് ഹീറ്റിങ്ങും ഇവാപറേറ്റർ പാർട്ടിനകത്ത് കൂളിങ്ങുമാണ് നമുക്ക് നടക്കുന്നതെങ്കിൽ ആ ഒരു എൻറ്റയർ സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ. So temperature control means factors maintaining a desired temperature within an enclosed space, accomplished by addition or removal of heat from the enclosed space. Human beings feel comfortable when the air is at 21 degrees Celsius with 56% relative humidity. Your standards, അതായത് 21 degrees Celsius with 56% relative humidity എന്ന് പറയുന്നത്, this is available in different conditions. ഓരോ ബേണേഴ്സ് അല്ലെങ്കിൽ ഓരോ സൊസൈറ്റീസും നമുക്ക് എന്താ പറയുന്നത് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിനാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ട്, നമ്മളുടെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 21 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചറിലും 56% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുള്ള ഒരു സോണിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഫീൽ കംഫർട്ട്. വി ഫീൽ കംഫർട്ട് ആണ്. ഓക്കെ. സോ വി ഫീൽ കംഫർട്ട് എന്നും എന്ത് സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് നല്ല രീതിയിൽ റിലീസായി പോകണം. നല്ല രീതിയിൽ റിലീസായി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ, കംഫർട്ട് അനുഭവപ്പെടുള്ളൂ. അതായത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യണം, അതേ കണക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് വേപ്പർ ഉണ്ടെങ്കിൽ അത് ഇവാപറേറ്റ് ചെയ്ത് പോകണം.
അങ്ങനെയാണ് ആ ഒരു സോണിൽ എത്തിപ്പെട്ടാൽ മാത്രമേ എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 21 ഡിഗ്രി സെൽഷ്യസ് 56% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ ഒരു 30 അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സോണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് ഇന്ററാക്ഷൻ നടക്കത്തില്ല സറൗണ്ടിങ്സുമായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ഫീൽ ഡിസ്കംഫർട്ട്. അതേ കണക്ക് ഒരുപാട് ലോ ടെമ്പറേച്ചറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹീറ്റ് ലോസ് നമ്മുടെ ശരീരത്തിൽ നടക്കും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അതേപോലെ ഹ്യൂമിഡിറ്റി ഒരുപാട് കുറഞ്ഞ കണ്ടീഷനാണ്. ഇപ്പോൾ സപ്പോസ് 21 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ എത്തി, അവിടെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് സഫിക്കേഷൻസോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ, then next factor is the humidity of the air. Decreasing or increasing of moisture content of air during summer or winter in order to produce comfortable and healthy conditions. In summer, we can say that we need 60% relative humidity, and winter we need almost 40% relative humidity. That is the available relative humidity in our nature. 60% നമുക്ക് സമ്മർ കണ്ടീഷനിൽ വിന്റർ കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്ക് 40% ആയിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്യൂരിറ്റി ഓഫ് എയർ. സോ ഇതെല്ലാം സ്റ്റാൻഡേർഡ് എല്ലാം, അതായത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം നോർമൽ ആക്കി വെച്ചിട്ട് ഇഫ് യു ആർ നോട്ട് ഗിവിങ് എ പ്രോപ്പർ സ്റ്റെറിലൈസ്ഡ് എയർ ടു ദ സ്പേസ്, then it is there is no use of conditioning the space. Proper filtration should be provided. Cleaning and purification of air is essential to keep it free from dust and other foreign particles or such as impurities. Then motion of the air. So we have to provide a breeze effect for the air. ആ എയർ മൂവ് ചെയ്ത് പോകുന്നത് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം എയർ മൂവ് ചെയ്ത് പോകേണ്ടത്. In order to keep the constant temperature throughout the conditioned space, circulation of the air is important. So ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടീഷനിൽ, അതായത് നമ്മുടെ ശരീരത്തിലൂടെ എയർ പാസ് ചെയ്ത് പോകുന്ന എയറിന്റെ ഫ്ലോ അനുസരിച്ച് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഇവാപറേഷൻ റേറ്റിന് വ്യത്യാസമായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ലെറ്റ്സ് സീ, ഇതിനകത്ത് പറയുന്നുണ്ടാക്കാം ഷുഡ് ബി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ഇൻ ദ സ്പേസ് ടു ബി എയർ കണ്ടീഷൻ. അതായത് നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ ഒരേ രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്നത് ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു കണ്ടീഷനാണ്. അവിടെ എന്ന് പറയുന്നത് സപ്പോസ് ദ വിൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഭയങ്കര ചിൽഡ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. വളരെ ചിൽഡ് എഫക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് പറയാം, അതായത് ഇപ്പം 3 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കറിയാം വളരെ കോൾഡാണ്, അവിടെ വളരെ സ്ലോ ആയിട്ടാണ് എയർ മൂവ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 16 ഡിഗ്രി സെൽഷ്യസ് അവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എയർ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് 16 ഡിഗ്രി സെൽഷ്യസിൽ എയറിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആകുമ്പോഴാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന എയറിന്റെ മൂവ്മെന്റ് ഈസ് വെരി ക്രൂഷ്യൽ, providing that comfort. So which are the equipments used for air conditioning system? We have the circulation fans, air conditioning unit, supply ducts are there, supply outlets are there, some types of filters are there. So circulation fans are to move air to and from the room. So these are all we know what it is. Air conditioning unit it is consists of a cooling and dehumidification process for the summer air conditioning or heating and dehumidification process for the winter air conditioning. Supply ducts are direct the conditioned air from the circulating fan to the space to be cooled. അപ്പോൾ സപ്ലൈ ഡക്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ കണ്ടീഷൻ സ്പേസിൽ നിന്ന് എയറിനെ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ സപ്ലൈ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഗ്രിൽസ് വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് ദ കണ്ടീഷൻ എയർ ഈവൻലി ഇൻ ദ റൂം. വി ഹാവ് ദ ഗ്രിൽസ്. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ കണ്ടീഷൻ സ്പേസിലോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എ സി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഡക്ട്സും ഔട്ട്ലെറ്റ്സും ഒക്കെ. Filters to remove the dust, dirt and other harmful bacteria from the air. Then how the AC systems are classified. So according to the purpose, according to the season of the year. അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉള്ളത്. അക്കോർഡിംഗ് ടു ദ പർപ്പസ് നോക്കുകയാണെങ്കിൽ കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്. സോ കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആക്ച്വലി ഫോക്കസിംഗ് ടു ദ ഹ്യൂമൻ ബീങ്സ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് ആകുമ്പോഴത്തേക്കും it is for the industrial. Its majority purpose is for focusing into the industrial, but also we have to look into the human comfort standards. Industrial എന്ന് പറയുകയാണെങ്കിൽ കൂടിയും അവിടെ കംഫർട്ട് ഹ്യൂമൻ ബീങ്സിന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനെ കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. According to the season of the year, winter air conditioning systems are there, summer air conditioning systems are there, and year-round air conditioning systems are there. We will go into details.
So these are the table which says the air conditioning system classifications. You can further go into this in details. So what is comfort air conditioning? So comfort means partial air conditioning units maintain the temperature and humidity of office and other rooms used by people. So this comfort air conditioning systems actually focus on human beings. Air conditioning of building is required in all climates. In summer, living rooms, living working spaces have to be cooled, and in the winters, the same have to be heated. Even in places where temperature remains normal, cooling of the building is required to remove the heat generated internally by people, lights, mechanical and electrical equipment. So sometimes നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we have a constant ടെമ്പറേച്ചർ കണ്ടീഷൻ. എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാളും കൂടിയ കണ്ടീഷൻസ് ആയിരിക്കും മിക്കവാറും നമുക്ക് ഉണ്ടാവുന്നത് ഇവിടെ. പക്ഷേ ചില സോണുകളിൽ അങ്ങനെയല്ല. ചില സ്ഥലങ്ങളിൽ സമ്മർ ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും, ചില സമയത്ത് തണുപ്പായിരിക്കും. യൂണിഫോം ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഗോ ഫോർ ഈസി കണ്ടീഷനിങ് തിങ്സ്. എന്തായാലും മതി, കൂളിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും ചെയ്താൽ മാത്രം മതി. പക്ഷേ സമ്മർ സീസണിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കൂളിങ്ങും വിന്റർ സീസണിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ഹീറ്റിങ്ങും അതേപോലെ തന്നെ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ചെയ്യേണ്ടി വരും. പക്ഷേ കോമൺ ടെമ്പറേച്ചർ അല്ലെങ്കിൽ യൂണിഫോം ടെമ്പറേച്ചർ അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ദ കണ്ടീഷൻസ്. Then, in hospitals and other medical buildings, conditions for cleanliness and humidity are more strengthened. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫീസസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ദ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് ക്ലീൻനെസ് ഓഫ് ദ എയർ ആർ മെയിൻറ്റെയിൻ. ഹോസ്പിറ്റൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ എന്താ പറയുക സ്റ്റെറിലൈസേഷൻ പാർട്ട് ഓൾസോ, അതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇപ്പം നമ്മൾക്ക് സപ്പോസ് സാധാരണ രീതിയിൽ എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എയർ നമ്മളിപ്പോൾ നമ്മളിരിക്കുന്ന റൂം എയർ കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എയർ പുറത്തുനിന്ന് എടുക്കും. ഒരു സ്ഥലത്ത് വളരെ കുറച്ച് പെർസെൻറ്റേജ് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് ബാക്കി ഉള്ളിലുള്ള എയർ തന്നെ ആയിരിക്കും എടുത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ തണുത്ത എയർ കുറച്ച് പുറത്ത് വിടത്തുള്ളൂ. അപ്പം സപ്പോസ് പറയുന്നത് 1 kg എയർ മൊത്തം നമുക്ക് 10 kg എയർ ആണ് നമുക്ക് കൂളാക്കേണ്ടതെന്നുണ്ടെങ്കിൽ 9 kg എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, റീസർക്കുലേറ്റ് ചെയ്ത് പുറത്തുനിന്ന് 1 kg കൂടെ എടുത്ത് ചെയ്യും. എയർ കണ്ടീഷൻ ചെയ്ത സ്പേസിൽ നിന്ന് 1 kg എയർ മാത്രമേ എന്തെങ്കിലും പുറത്ത് കളയത്തുള്ളൂ, എയർ കണ്ടീഷൻ്റെ സ്പേസിൽ നിന്ന് വെളിയിൽ കളയത്തുള്ളൂ. ആ പുറത്ത് കളയുന്ന എയറിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 kg എയർ വീണ്ടും പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഹോസ്പിറ്റലിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല എയറിന്. അതുകൊണ്ട് കണ്ടീഷൻ ചെയ്യുന്ന സ്പേസിലുള്ള എയറിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കളഞ്ഞിട്ട് പുതിയ എയറിനെ ആയിരിക്കും എടുക്കുക, വെളിയിൽ നിന്ന് എടുക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കണ്ടീഷൻ സ്പേസിൽ നിന്നുള്ള എയറിനകത്ത് വീണ്ടും ബാക്ടീരിയ കണ്ടൻസ് ഒക്കെ ഒരു ഹോസ്പിറ്റലിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അതിന് വീണ്ടും എടുത്ത് റീസർക്കുലേറ്റിലാണെങ്കിൽ അസുഖമില്ലാത്തവന് കൂടി അസുഖം വരും. അതുകൊണ്ട് 100% പ്യുവർ എയർ ആയിരിക്കും എപ്പോഴും എയർ കണ്ടീഷനിങ്ങിന് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. സോ ദീസ് ആർ ഡിസൈൻഡ് ഡിഫറെൻ്റ്ലി. അപ്പം എയർ കണ്ടീഷനിങ് ഇപ്പോൾ ഓഫീസിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല എയർ കണ്ടീഷനിങ് പോലെ സിനിമ തിയേറ്റേഴ്സ് ചെയ്യുന്നത്. സിനിമ തിയേറ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് പോലെ എയർ കണ്ടീഷനിങ് ചെയ്യുന്നത് പോലെ ആവില്ല ഹോസ്പിറ്റൽസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ദീസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അതൊന്നും ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഒരു എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഹീറ്റ് വെൻറ്റ് HVAC എന്ന് പറയുന്നത്. യു ക്യാൻ ഗോ ഫോർ സം ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഓർ സം കോഴ്സസ് ആൻഡ് യു ക്യാൻ ഹാവ് വൈഡ് ഹോപ്പ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇതാണ് പറയുന്നത്, ഹോസ്പിറ്റൽ റിക്വയർസ് സ്റ്റെറിലൈൻ അറ്റ്മോസ്ഫിയർ സോ ദാറ്റ് ദ ബാക്ടീരിയ എമിറ്റഡ് ഫ്രം one patient does not affect the other persons in operation theatre or ICU. In these places, no part of the room air is recirculated after conditioning by air conditioning system. In hospitals, all the room air is thrown out and 100% fresh air is taken into the air conditioning system. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. In other places, up to 90% of the cold room air is recirculated and 10% outdoor fresh air is taken into meet the ventilation requirement for the persons. പല സ്ഥലങ്ങളും നമ്മൾ ഹോസ്പിറ്റൽസ് നോക്കുകയാണെങ്കിൽ 100% ഫ്രഷ് എയർ ആയിരിക്കും എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടീഷൻ ചെയ്ത എയറിനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടും വീണ്ടും ഫ്രഷ് എയറിനായിരിക്കും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 90% നമ്മൾ എന്ത് ചെയ്യണം, എയറിനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 10% മാത്രമേ നമ്മൾ പുറത്തുനിന്ന് എടുക്കത്തുള്ളൂ. ജനറൽ ഇപ്പം നമ്മൾ കാറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെന്റിലേഷൻ ഓഫ് ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഇൻഡോർ എയർ തന്നെ ഇട്ട് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഔട്ട്ഡോർ എയറിനെ ഡ്രോ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ
Generally, for comfort air conditioning units are available as window type or split type. The capacity of these systems vary from fraction of tonnages to 22 tonnages. So window air conditioning നമുക്കുണ്ട്. ഇതെന്ന് പറയുന്നത് based on conditions അനുസരിച്ച് ടണ്ണുകൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. These systems are this system uses a vapor compression difference system with a sealed compressor and forced convection type evaporators and condensers. എപ്പോഴും എന്ന് പറയുന്നത് ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹെർമെറ്റിക് സീൽഡ് ആയിട്ടുള്ള കംപ്രസേഴ്സും പിന്നെ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ടൈപ്പ് കൺവെക്ഷൻ ഇവാപറേറ്റേഴ്സും കണ്ടൻസേഴ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ആർ സംതിങ് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രി കംഫർട്ട് കണ്ടീഷനിങ്സ്. Industrial air conditioning എടുക്കുകയാണെങ്കിൽ the purpose of this system is to control the atmospheric conditions primarily for the production of environment suitable for the commercial products or commodities, production shops, laboratories, manufacture of materials and precision devices, printing works, photographic products, textile, etc. So this is a wide industry. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിസിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് വേണ്ടോ അവിടെയെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഷോപ്പ്, ലബോറട്ടറീസ്, ദെൻ മാനുഫാക്ചറിങ് മെറ്റീരിയൽസ്, പ്രിസിഷൻ ഡിവൈസസ് ഉള്ള സ്ഥലങ്ങളിൽ, പ്രിന്റിംഗ് വർക്ക്സ് ഉള്ള സ്ഥലങ്ങളിൽ, ഫോട്ടോഗ്രാഫീസ് ഉള്ളിടത്ത്. ഓക്കെ, അതൊക്കെയാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ലബോറട്ടറീസ് നോക്കുകയാണെങ്കിൽ ദിസ് മേ ബി ഇൻവോൾവ് പ്രിസിഷൻ മെഷർമെന്റ്സ് ടു perform testing of materials, equipments and process at controlled temperature and relative humidity. Laboratories we need precision measurements. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം we need the climate should be in a controlled manner. അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എയർ കണ്ടീഷനിങ്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് കൊടുക്കാറുണ്ട്. സോ മാനുഫാക്ചർ ഓഫ് പ്രിസിഷൻ പാർട്ട്. If the metal parts are maintained at uniform temperature during manufacturing process, this will never expand or shrink. Maintaining close tolerance, a lower relative humidity will prevent rust formation also. So നമുക്കറിയാം, suppose we are using the space where manufacturing process is happening, അവിടെയൊക്കെ എന്ന് പറയുന്നത് കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക്, അല്ലെങ്കിൽ പ്രിസിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് നടക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഒരു കണ്ടീഷൻ സ്പേസ് എപ്പോഴും ആവശ്യമാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ yarn moves at very high speeds and any change in flexibility and strength of the yarn become because of the change in humidity and temperature will thus affect the production. So yarn ഒക്കെ ഉണ്ടല്ലോ, അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ യോൺ മൂവ് ചെയ്യുന്ന സമയത്ത് കാര്യം നെയ്ത്ത് നടക്കണം, ആ സമയത്ത് അതിനെന്തെങ്കിലും ഹ്യൂമിഡിറ്റി വേരിയേഷനിലോ ടെമ്പറേച്ചർ വേരിയേഷനിലോ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പ്രൊഡക്ഷനെ ബാധിക്കും. Photographic materials നോക്കുകയാണെന്നുണ്ടെങ്കിൽ raw materials used for film making has to be maintained at low temperature since it deteriorates at high temperature and humidity. Farm animals നോക്കുകയാണെങ്കിൽ it comes in farm industry. Jersey cows their decreases drastically during summer months. Low temperature results in more efficient digestion for food and increase in weight of the cow and milk. സോ ഫാം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എയർ കണ്ടീഷനിങ് നമ്മൾ വിചാരിക്കില്ല ഇതൊക്കെ ഉള്ളതാണോന്ന്, പക്ഷേ the space are conditioned. Power production plants are there. Most of the modern power plants are microprocessed controlled. In the earlier designs, the control rooms were very large and were provided with natural ventilation. But these days, the control rooms are very compact, hence these require air conditions of persons and microprocessors. So where the microcontrollers are available, we have to give the proper condition space. Now I move into the adiabatic mixing of two air streams. So this thing you already studied in thermodynamics. നമുക്കറിയാം അഡിയാബാറ്റിക് മിക്സിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു എയർ കണ്ടീഷനിങ് സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% എയർ നമ്മളിവിടെ കണ്ടീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 90% എയറിനെ ഞാൻ റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് 90% എയർ ചിലപ്പം തണുത്തിരിക്കുന്ന എയർ ആയിരിക്കും, അതിനെ ഞാൻ റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് 10% എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പം വി ഹാവ് ടു ഗോ ഫോർ ദ അഡിയാബാറ്റിക് മിക്സിംഗ് കണ്ടീഷൻസ് ഓഫ് ദിസ് എയർ സ്ട്രീംസ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും പുറത്ത് എന്തിട്ട് ഒരു ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു എയർ സ്ട്രീം കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ദിസ് ഈസ് ദ ഒരു M1 ക്വാണ്ടിറ്റിയിലുള്ള എയർ കയറി വരുന്ന ഒരു കണ്ടീഷൻ, ദിസ് ഈസ് M2 കണ്ടീഷനിലുള്ള എയർ കയറി വരുന്നതാണ്. ഇത് രണ്ടും കൂടെ മിക്സിങ് നടന്നിട്ട്
we are getting the M3 condition. So M1 plus M2 will give you the M3 condition. Okay. So M1 എന്ന് പറയുന്ന mass of air entering into 1. Enthalpy of the air at entering 1 is H1. W1 is the specific humidity of air entering at the 1 condition. അതിന് corresponding ആയിട്ട് M2 is the mass of entering at a condition 2. H2 എന്ന് പറയുന്ന enthalpy of air entering at a second stream line. W2 എന്ന് പറയുന്ന specific humidity of the air entering at the second point. And mix ചെയ്തതിന് ശേഷം we are having the M3, that is M1 plus M2, H1 plus H3, that is give you the enthalpy at the enthalpy of the air stream which is coming out. We can never say that. So H1 plus H2 is not, it is something heat enthalpy, heat related ആയിട്ടായിരിക്കും അത് വരുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും വരുന്നത്. ഓക്കെ, ബട്ട് വി ക്യാൻ സേ ദാറ്റ് മാസ് ഇസ് M1 plus M2. Now, assuming no loss of enthalpy and specific humidity during the air mixing process, we have the mass balance equation M1 plus M2 is equal to M3. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി ബാലൻസ് ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ M1 plus H1, that is energy entering at the first channel, M2 plus H2 is the mass or the energy entering the second channel, and after mixing we are getting M3 plus M3 into H3. This is energy balance equation. And for the mass balance for the water vapor എന്ന് പറയുന്നത് M1 W1 plus M2 W2 is equal to M3 W3 as in the case of equation 2 പറയുന്ന പോലെ. സോ ഈ ഇക്വേഷൻസ് ഞാൻ ഫസ്റ്റിനകത്ത്, അതായത് M3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി വി ക്യാൻ ഹാവ് ദ റിലേഷൻ M2 by M1 is equal to H1 minus H3 divided by H3 minus H2 എന്ന് പറഞ്ഞു കിട്ടും. സോ ദിസ് ഈസ് സിംപ്ലി മാത്തമാറ്റിക്സ്. ഈ ഒരു പോർഷൻ simply mathematical and substitution മാത്രമാണ്. So what actually I having is M2 by M1, that is the mass ratio, അതായത് വരുന്ന എയറും രണ്ടെണ്ണം വരുന്നുണ്ട്, വൺ ഫസ്റ്റ് ചാനൽ സെക്കൻഡ് ചാനൽ. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് H1 minus H3 divided by H3 minus H2 in terms of enthalpy ആണ്. From here I can find out the H3 value by using this equation. I can find out the H3 value is equal to M1 H1 plus M2 H2 divided by M1 plus H2. So what is the final enthalpy of the mixture? അതെന്ന് പറയുന്നത്, if I know the enthalpy of the air at the inlet, at the second inlet, then I can find out the enthalpy of the mixture. അതേപോലെ തന്നെ I can find out that specific humidity of the mixture if I know the specific humidity of the inlet, two inlets and masses. Okay, so from the equations we can find out M2 by M1 is equal to H1 minus H3 divided by H3 minus H2, W1 minus W3 divided by W3 minus W2. So this is something related with the adiabatic mixing of two air streams. ഇപ്പം ഇതിനകത്ത് രണ്ട് സ്ട്രീംസ് പറയുന്നുള്ളൂ, മൂന്ന് സ്ട്രീംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ we can go for another conditions. ഓക്കെ, പക്ഷേ എയർ കണ്ടീഷനിങ്ങിൽ എപ്പോഴും രണ്ട് സ്ട്രീംസ് ആയി മാത്രം നമ്മൾ എടുത്ത് ചേർന്നു. കാരണം ഓൾറെഡി ഇൻഡോറിൽ നിൽക്കുന്ന എയർ പ്ലസ് ഔട്ട്ഡോർ എയർ, അത് രണ്ടും കൂടെ ചേർന്നിട്ട് പുതിയൊരു മിക്സ്ചർ ഉണ്ടാവുന്നു. അതാണ് നമ്മുടെ condition. Okay, this equation will be using for, we are using for a problem section. Okay, now I'm moving into the thermal comforts. If you feel to ask any doubt, go ahead, doctor. Then doubt undengil chodikka. So I'm moving to the thermal comfort. Okay, so what is thermal comfort is actually, it is the maintaining of the temperature and humidity. നേരത്തെ പറഞ്ഞതുപോലെയാണ് human comfort and air conditioning. Okay, so this is very important. A body feels comfortable when it can freely dissipate its waste heat. ഇതാണ് നമ്മളുടെ പ്രൈമറി കണ്ടീഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഈസി ആയിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, we can say that we are in the comfort zone. Okay, today modern air conditioning system can heat, cool, humidify, dehumidify, clean and even deodorize the air. In other words, condition the air to people's desire. The rate of heat generation by human body depends on the level of activity. For an average adult male, it is about 87 watts when sleeping, 115 watts when resting or doing some office works, and 440 watts when doing heavy physical workouts. Human comfort is that condition of mind which expresses satisfaction with the thermal environment.
സോ നമുക്ക് ഉള്ള കണ്ടീഷൻ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. സോ ഏറ്റവും കുറഞ്ഞ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് വെൻ വി ആർ ഗോയിങ് ടു സ്ലീപ്പ്, നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും. വെൻ വി ഡു അവർ റെഗുലർ ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് അറൌണ്ട് 115 വാട്ട്സ് ആണ്. വെൻ വി ഗോ ഫോർ ദ ഹെവി വർക്കൗട്ട്സ് ദ ഹീറ്റ് ഡിസിപ്പേഷൻ വിൽ ബി മോർ. ആ സമയത്തെല്ലാം ഹീറ്റ് സ്മൂത്തായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വി ആർ ഹാവിങ് ദ കംഫർട്ട് കണ്ടീഷൻ. വെൻ ഡൂയിങ് ലൈറ്റ് വർക്ക്, നമ്മൾ നോക്കുമ്പോൾ പറയാം, നമ്മൾ ഏതെങ്കിലും ലൈറ്റ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇഫ് യു ആർ നോട്ട് സെറ്റ്വിങ്, നമ്മൾ വീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലേറ്റൻ ഹീറ്റ്സ് പുറത്ത് പോകുന്നുണ്ടാവും, സെൻസിബിൾ ഹീറ്റ് പുറത്ത് പോകുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മൾ വീർക്കുന്നില്ല, നമ്മുടെ ശരീരം ചൂടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീർക്കുന്നും കൂടെ ഉണ്ടെങ്കിൽ ലേറ്റൻ ഹീറ്റും കൂടെ പുറത്ത് പോകുന്നുണ്ടാണ്. So when doing light work or walking slowly, about half of the rejected body heat is dissipated through perspiration as latent heat, while other half is dissipated through convection and radiation as sensible heat. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും രണ്ട് രീതിയിലുള്ള ഹീറ്റാണ് എമിറ്റ് ചെയ്ത് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ് ആയിട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് അല്ലെങ്കിൽ അതിന്റെ പകുതിയോളം എങ്ങനെയായിട്ട് പോകുന്നു, അതിലും ഒരു പകുതി ലേറ്റന്റ് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു പകുതി എന്ന് പറയുന്നത് കൺവെക്ഷൻ റേഡിയേഷൻ വഴി സെൻസിബിൾ ഹീറ്റ് ആയിട്ടായിരിക്കും പുറത്തു വന്നത്. സോ വി ഹാവ് ടു ട്രീറ്റ് ദിസ് ലേറ്റന്റ് ഹീറ്റ് ആസ് വെൽ as ദ സെൻസിബിൾ ഹീറ്റ്. We cannot change the weather, but we can change the climate in a conditioned space by air conditioning. This is the basic principle of air conditioning. The comfort of human body depends primarily on three factors: the dry bulb temperature, relative humidity, and air motion. So if we provide these things in a better manner, we can provide a comfort zone. ഒരു പർട്ടിക്കുലർ സ്പേസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കംഫർട്ട് ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു focus on, we have to attend these regions. Well, we have to attend the temperature in that enclosed space, we have to control or change the relative humidity of the space, and we have to provide the particular air motion. Relative humidity affects the amount of heat a body can dissipate through evaporation. സോ ഇഫ് ദ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവാപറേഷൻ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ ഈസ് ഗിവിങ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വേപ്പർ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് നടക്കില്ല, വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപറൈസേഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പം നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എൻവയോൺമെന്റിൽ ഒരുപാട് വേപ്പർ ഇല്ല അല്ലെങ്കിൽ ഒരുപാട് കുറവാണ് വേപ്പർ എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഫാസ്റ്റ് ആയിട്ട് വേപ്പറൈസേഷൻ നടക്കും, ഇവാപറേഷൻ നടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇൻ സമ്മർ ആൻഡ് വിന്റർ സീസൺസ്. Relative humidity is a measure of air's ability to absorb more moisture. High relative humidity slows down heat rejection by evaporation, and low relative humidity speeds it up. ഞാനിപ്പോൾ പറഞ്ഞത് മോസ്റ്റ് പീപ്പിൾ പ്രിഫർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ടു 40 to 60%. ഇതാണ് നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു അറ്റൻഡ് ദ ടെമ്പറേച്ചർ ആസ് വെൽ. Air motion removes the warm air, moist air, and thus that builds up around the body and replace it with fresh air. Air motion should be strong enough to remove heat and moisture from the vicinity of the body, the gentle enough to unnoticed. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഈ പറയുന്ന ടെമ്പറേച്ചറിനെയും ഈ പറയുന്ന ഹ്യൂമിഡിറ്റിനെയൊക്കെ റിലീസ് ചെയ്യാൻ പറ്റണം. പക്ഷെ വി കുഡൻ നോട്ടീസ് ഇറ്റ്. ആ രീതിയിലായിരിക്കണം അത് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, in an environment at 10 degrees Celsius, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. In an environment 10 degrees Celsius at 48 km/h wind feels as cold as an environment at -7 degrees Celsius with 3 km/h winds. അപ്പം നമ്മളൊരു എൻവയോൺമെന്റിൽ പോവാണ്, അവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുത്തെ വിൻഡിന്റെ സ്പീഡ് 48 km/h ആണ്. വേറൊരു റീജിയനിൽ പോവാണ്, നമ്മൾ -7 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുത്തെ വിൻഡ് സ്പീഡ് 3 km/h ആണ്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അയ്യോ 10 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഒരുപാട് കുറവാണ് -7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതുകൊണ്ട് -7 ഡിഗ്രി സെൽഷ്യസിലാണ് എനിക്ക് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് 48 km/h ആണ്. പക്ഷേ -7 ഡിഗ്രി സെൽഷ്യസിൽ എയറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് 3 km/h ഉള്ളൂ. അപ്പം കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 48 km/h എന്ന് പറയുന്ന ആ സോൺ ആയിരിക്കും മോർ കോൾഡ്. അതായിരിക്കും മോർ കോൾഡർ റീജിയൻ എന്ന് പറയുന്നത്.
So temperature as well as the air movement is the factor for affecting the total environmental condition. So factors influencing the thermal comforts: effective temperature, heat production and regulation in the human body, heat and moisture losses from the human body, moisture content of air, quality and quantity of air, air motion, hot and cold surface, air stratification. Okay, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഒരു 3 to 3 മാർക്സിനൊക്കെ ചോദിക്കാറുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവിങ് തെർമൽ കംഫർട്ട്. എഫക്റ്റീവ് ടെമ്പറേച്ചർ ഇതിപ്പോഴും മിക്കവാറും ചോദിച്ചു വരാനുള്ള സാധനമാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. So the degree of warmth or cold felt by human body depends mainly on the following 3 factors. ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ: drivable temperature, relative humidity and air velocity. Effective temperature is defined as that index which correlates the combined effect of air temperature, relative humidity and air velocity on the human body. Effective temperature എന്ന് പറയുന്നത് നമുക്കൊരു കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്ത് കിട്ടുകയാണ് based on the drivable temperature, relative humidity ആൻഡ് വെലോസിറ്റി ഓഫ് ദ എയർ മൂവ്മെന്റ്സ്. ഈ ഒരു 3 കാര്യങ്ങളും കൂടെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു സ്പേസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കംഫർട്ട് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. It is applicable to reasonably still air, 5 to 8 meter per minute air velocity, to situations where the occupants are seated at rest or doing light work, and to spaces whose enclosing surface are at a mean temperature equal to the air drivable temperature. So ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, the reasonable air velocity should be still, we can treat at still air movement. അതായത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവിടെ എയർ മൂവ് ചെയ്ത് പോകുന്നത്. സപ്പോസ് വി ആർ എൻറ്ററിങ് ഇൻ ടു എ ബാങ്ക് ഓർ എൻ ഷോപ്പിംഗ് മാൾ, നമുക്ക് അറിയാൻ പറ്റത്തില്ല എയർ അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ദ എയർ ഈസ് ആക്ച്വലി മൂവിങ്, എയർ വെലോസിറ്റി ഉണ്ട് അവിടെ, പക്ഷെ നമുക്കത് സ്റ്റിൽ എയർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മളവിടെ ഹെവി വർക്കൗട്ട്സ് ഒന്നും അവിടെ ചെയ്യുന്നില്ല. ഹെവി വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ അനദർ എയർ മൂവ്മെന്റ് കണ്ടീഷൻസ്. അപ്പം എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു എൻക്ലോസിങ് സ്പേസസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും. മോസ്റ്റ് പ്രോബബിളി ലൈറ്റ് വർക്ക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും എയർ കണ്ടീഷൻ സ്പേസ് റേജിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The practical application of the concept of effective temperature is present by the comfort chart. So this is very important. What is a comfort chart എന്നുള്ളത്? എഫക്റ്റീവ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ചാർട്ടാണ് കംഫർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. This chart is the result of research made on different kinds of people subjected to wide range of environmental temperature, relative humidity and air movement by American Society of Heating, Refrigeration and Air Conditioning Engineers, ASHRAE. So this is very important. American Society of Heating, Refrigeration and Air Conditioning Engineers, ഇതാണ് ASHRAE എന്ന് പറയുന്നത്. അപ്പം ഇതിനകം ഈ ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന കുറേ ആൾക്കാർ സ്റ്റഡി നടത്തിയിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോൺ ആണ് നമ്മൾ എപ്പോഴും എഫക്റ്റീവ് കൺട്രോൾ ടെമ്പറേച്ചർ ആയിട്ടോ അല്ലെങ്കിൽ കംഫർട്ട് ചാർട്ടായിട്ടോ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ചാർട്ട്. ഇതാണ് നമ്മുടെ കംഫർട്ട് സോൺ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു എയർ കണ്ടീഷനിങ് സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കംഫർട്ട് ചാർട്ടിനെയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായും. From the chart, we can see that a point corresponding to drivable temperature of 70 degrees Celsius and well temperature 12 degrees Celsius and relative humidity of 60%. അപ്പം നമുക്ക് 3 കണ്ടീഷൻ കിട്ടി. ഒരു സ്പേസ് ഉണ്ട്, അവിടുത്തെ ഡ്രൈബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുത്തെ വെറ്റ് ടെമ്പറേച്ചർ 12.5 ഡിഗ്രി സെൽഷ്യസ് ആണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ 60%. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇതാണ് 70 എന്ന് പറയുന്ന വാല്യൂ. Then 60% relative humidity കിട്ടണമെന്നുണ്ടെങ്കിൽ this is 60%, something like ഇതാണ് 60% relative humidity, almost humidity. Then we have the 12.5 degrees Celsius wet bulb temperature, 12.5 degrees Celsius almost ഇവിടെ വരും. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് 3 കൂടെ കിട്ടുന്നൊരു പോയിന്റ് ഇതാണ്. ഈ 3 പോയിന്റിലും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the effective temperature is 60. അപ്പം ഈ 3 കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 16 ആണ്. ഇതാണ് കംഫർട്ട് ചാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ, ഇതാണ് എഫക്റ്റീവ് കണ്ടീഷനുകൾ. ഫോർ ദ സെയിം ഫീലിംഗ്, അതായത് നമുക്ക് ഞാൻ ഈ ഒരു എൻവയോൺമെന്റ് കയറി, ആ എൻവയോൺമെന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 17 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈബിൾ ടെമ്പറേച്ചർ ആണ്.
അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 12.5 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 60% ആണെന്നുണ്ടെങ്കിൽ ആ സോണിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി അടുത്ത അവർ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നൗ ഫോർ ദ സെയിം ഫീലിംഗ് ഓഫ് കംഫർട്ട് ആൻഡ് വാംത് there is another point on the 100% relativity line at which drivable temperature and well temperature are both at 16 degrees Celsius. ഓക്കെ, 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കണ്ടീഷനിൽ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനിൽ എനിക്ക് വെൽ ബൾബ് ടെമ്പറേച്ചർ 16ഉം ഡ്രൈബിൾ ടെമ്പറേച്ചർ 16ഉം ആണെങ്കിൽ എനിക്ക് അവിടെ ആ സമയത്തും കിട്ടുന്നത് എഫക്റ്റീവ് ടെമ്പറേച്ചർ എത്രയാണ്? 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം എനിക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കാര്യം സോൺ എനിക്ക് ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതായത് പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഞാനൊരു റീജിയനിൽ കയറുകയാണ്, അവിടെ എനിക്ക് കിട്ടിയ എഫക്റ്റീവ് ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അവിടുത്തെ ഡ്രൈബിൾ ടെമ്പറേച്ചർ 17 ഡിഗ്രി സെൽഷ്യസ് വയ്ക്കാം, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 12.5 വെക്കുക, അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60 ഡിഗ്രി സെൽഷ്യസ് 60% വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സെയിം 16 ഡിഗ്രി സെൽഷ്യസ് എനിക്ക് തന്നെ കിട്ടും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഞാൻ 100% വെച്ചിട്ട് അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈബിൾ ടെമ്പറേച്ചറും 16 ഡിഗ്രി ആക്കി വെച്ചാൽ ഇതാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ കൊണ്ടിരിക്കുന്നത്. അതായത് സെയിം ഫീൽഡ് ടെമ്പറേച്ചർ തന്നെ എനിക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസിലും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് കംഫർട്ട് ചാർട്ടും എഫക്റ്റീവ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത്, കണക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്. സോ ഇൻ കംഫർട്ട് ചാർട്ട് എടുക്കാൻ ഡ്രൈബിൾ ടെമ്പറേച്ചർ ഇസ് ടേക്കൺ ആസ് ദ എക്സ് ആക്സിസ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇസ് ടേക്കൺ ആസ് ദ വൈ ആക്സിസ്. ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആർ റീപ്ലോട്ടഡ് ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട്. ഓക്കെ, കംഫർട്ട് ചാർട്ടും സൈക്കോമെട്രിക് ചാർട്ടും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. സൈക്കോമെട്രിക് ചാർട്ടിന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡ്രൈബിൾ ടെമ്പറേച്ചർ സെയിം ആയിട്ടാണ് അവൈലബിൾ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വൈ ആക്സിസിലല്ല കിടക്കുന്നത്. പക്ഷേ കംഫർട്ട് ചാർട്ടിൽ വൈ ആക്സിസിൽ വരുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. The close study of the chart reveals that the several combinations of wet and dry bulb temperature with the different relative humidities will provide the same effective temperature. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് എനിക്ക് സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ പോലെ 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ 12.5 വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡ്രൈബിൾ ടെമ്പറേച്ചറിലും ദെൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ എഫക്റ്റീവ് ടെമ്പറേച്ചർ 16 ആണെന്നുണ്ടെങ്കിൽ 16 തന്നെ എനിക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബും പ്രൊവൈഡ് ചെയ്തിട്ട് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൊടുക്കുകയാണെങ്കിലും എനിക്ക് എന്ത് കിട്ടും? സെയിം എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടും. All points located on the given effective temperature line do not indicate conditions of equal comfort or discomfort. എല്ലാ സ്പേസും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എക്സ്ട്രീംലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ഇഫ് അവർ കണ്ടീഷൻ സ്പേസ് ഫോൾസ് ഓൺ ദിസ് ഈ റീജിയൻ, ഈ ഒരു സോണിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് അണ്ടർ ദ കംഫർട്ട് സോൺ കണ്ടീഷൻ. ഈ റീജിയനകത്ത് വരണം. ഈ റീജിയനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്ന കണ്ടീഷൻസ് എല്ലാം ഈ റീജിയനകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? കംഫർട്ട് സ്റ്റാൻഡേർഡ്സിൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, Now I move into the summer air conditioning. എന്താണ് സമ്മർ എയർ കണ്ടീഷനിങ്? ഓൾറെഡി നമ്മളിത് ഇവിടെ പഠിച്ചിട്ടുള്ള IMEയിൽ പഠിച്ചിട്ടുള്ളതാണ്. സമ്മർ എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ ഔട്ട്സൈഡ് എയർ. പുറത്തുള്ള എയറിന്റെ കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ്, അവിടുത്തെ കണ്ടീഷൻ ഹ്യൂമിഡിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ സ്പേസിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കണം. സോ ദാറ്റ് വി ഹാവ് ടു ഗോ ഫോർ ദ കൂളിംഗ് പർപ്പസ്. ദെൻ എന്ത് ചെയ്യണം? മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കണം. സോ ഈ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യണം. അപ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്, സമ്മർ എയർ കണ്ടീഷനിങ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എയർ വരുന്നുണ്ട്, ഔട്ട്സൈഡ് എയർ കുറച്ച് വരുന്നുണ്ട്. അത് ഡാമ്പർ വഴി നമ്മൾ റീഡയറക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്നുണ്ട്, ഫിൽറ്ററിലേക്ക് വരുന്നുണ്ട്. ഈ ഫിൽറ്ററിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 സ്ട്രീംസ് മിക്സ് ചെയ്യുന്ന കണ്ടീഷനാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് സ്ട്രീം 1, ഇതാണ് സ്ട്രീം 2. സ്ട്രീം 2 എന്ന് പറയുന്നത് എന്താണ്? റീസർക്കുലേറ്റഡ് എയർ ഫ്രം ദ കണ്ടീഷൻ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ സ്പേസിൽ നിന്ന് കുറച്ച് പുറത്ത് കളയുന്നുണ്ട്, ബാക്കി 90% എവിടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്? റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവിടെ 10% മാത്രമേ പുറത്തുനിന്ന് കയറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മിക്സിങ് നടന്നതിന് ശേഷം അത് ആദ്യം ഫിൽറ്ററിനകത്തോടെ പാസ് ചെയ്ത് ഫോറിൻ പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ബാക്ടീരിയസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? എടുത്ത് പുറത്ത് കളയുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ഫർദർ മൂവ്മെന്റിൽ അവോയ്ഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ കൂളിംഗ് കോയിൽ. ഈ കൂളിംഗ് കോയിലിനകത്തോടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യണം. ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ഈ വരുന്ന എയറിനകത്ത് എന്തുണ്ട്? വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന എയറിന്റെ അകത്തുള്ള വാട്ടർ വേപ്പറിനെ
ഒരു കൂളിംഗ് കോയിലിനകത്തോടെ പാസ് ചെയ്ത് വിട്ടാൽ മതി. കൂളിംഗ് കോയിലിനകത്തോടെ പാസ് ചെയ്ത് വിടുമ്പോൾ ആ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വരുന്ന എയർ സ്ട്രീമിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനെക്കാളും താഴെ ആയിരിക്കണം. അതായത് സപ്പോസ് വരുന്ന എയറിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14°C ആണെന്നുണ്ടെങ്കിൽ 14°C 14°C താഴെ ആയിരിക്കണം നമ്മൾ കൂൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള വാട്ടർ, ഈ എയറിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് എവിടെ കളക്ട് ചെയ്യും, സമ്പിൾ കളക്ട് ചെയ്യും. പക്ഷേ 14°C നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന എയർ കണ്ടീഷനിങ് സ്പേസ് അതിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പം ഈ സമ്പിനകത്ത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ വാട്ടർ വേപ്പറിനെ നമ്മൾ കളക്ട് ചെയ്തു, മീൻസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന എയറിന്റെ ടെമ്പറേച്ചറും 14°C ആയിരിക്കും. അപ്പോൾ നമ്മൾ റൂം കണ്ടീഷൻ 20°C ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് എ ഹീറ്റിംഗ് കോയിൽ. ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫർദർ ഹീറ്റിംഗ് പ്രോസസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ വീണ്ടും 20°C റൈസ് അപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പർപ്പസ് ഈസ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. കൂളിംഗ് ചെയ്യുന്നത് ഒരു കൂളിംഗ് കോയിൽ വെച്ചിട്ട്, ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്നതും ആ കൂളിംഗ് കോയിലിൽ കൂടെ തന്നെയാണ്. കണ്ടീഷൻ ഈസ് ദാറ്റ് the temperature of that cooling coil is below the dew point temperature of the coming air. അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടൊന്ന് പ്രോബ്ലംസ് ഉണ്ട്. ദിസ് പ്രോബ്ലംസ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.